അസ്സലാമു അലൈക്കും. ഇന്നലെപ്പോൾ വൈകുന്നേരം കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയപ്പോൾ നാത്തൂൻ്റെ മോള് കുറച്ച് മാങ്ങ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് ഒന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, കാന്താരി മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇനിയിപ്പോൾ ഇത് ഇന്നലത്തെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ്. വൈകുന്നേരം കുറച്ച് ചായക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ദോശ ഉണ്ടാക്കിയതിൻ്റെ മാവ് ബാക്കിയുണ്ടായിരുന്നു. നീർദോശ ഉണ്ടാക്കിയതിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് അരിപ്പൊടിയും കുറച്ച് പച്ചരിയും കൂടി കുതിർത്ത് ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി അരച്ചെടുത്തിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ദോശമാവ് വെറുതെ കളയുണ്ടല്ലോ, അപ്പോൾ അത് വിചാരിച്ച് ഞാൻ കുറച്ച് അരി ബാക്കിയുണ്ടായിരുന്നു അതും കൂടി അരച്ച് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടാറിയിട്ട് ശർക്കരയൊക്കെ ഉരുകി വന്നിട്ട് ചൂടാറിയതിന് ശേഷം പിന്നെ അരിയിലേക്ക് ഒഴിച്ച് നെയ്യപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്യപ്പത്തിൻ്റെ മാവിലേക്ക് പിന്നെ ഞാൻ ഗോതമ്പ് പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ച് മൈദപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എള്ള് ചേർത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഓയിൽ വറുത്തെടുത്തതാണ്. അപ്പോൾ ചട്ടിയിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ചൂടായതുകൊണ്ട് തന്നെ ആദ്യത്തെ 2-3-4 നെയ്യപ്പം ഉണ്ടാക്കിയെടുത്തപ്പോൾ ആ ഒരു ഷേപ്പിലൊന്നും കിട്ടിയില്ല, ഒന്നായാണ്ട് ചുരുണ്ട് വന്നിരുന്നേ. എന്നിട്ട് പിന്നെ ഞാൻ അടുപ്പിൽ നിന്ന് കുറച്ച് വിറകും പിരിച്ചിട്ട് പിന്നെ ആ പാകത്തിന് ചൂടായതിന് ശേഷമാണ് നെയ്യപ്പം ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. നമ്മളെന്തേലും ഈ ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതിനൊക്കെ നല്ല രസം ഉണ്ടാവില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ എണ്ണ ഒരുപാട് ചൂടായതുകൊണ്ട് തന്നെ ആദ്യത്തേത് 2-3 ചുരുണ്ട് പോയി. പിന്നെ ഉണ്ടാക്കിയെടുത്താണ് നന്നായിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ പച്ചരിയുണ്ട്, പിന്നെ രാവിലത്തെ ദോശയുടെ മാവും ഉണ്ട്. ഇത് മൂന്നും കൂടി മിക്സി ജാറിലേക്ക് കണ്ടിട്ടിട്ട് ഞാൻ ശർക്കര ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തതാണ്. പിന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉള്ളൊക്കെ നന്നായിട്ട് നല്ല മയം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ നന്നാവണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നന്നായി കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ്. പിന്നെ വൈകുന്നേരം എല്ലാവരും ഓരോന്നൊക്കെ കഴിച്ച് പിന്നെ ചോറൊക്കെ തിന്ന് പിന്നെ ആർക്കും അത്ര കോളില്ലായിരുന്നു. പിന്നെ രാവിലെയാണ് എല്ലാവർക്കും ഇത് കഴിക്കാനായിട്ട് അല്ലെങ്കിലും നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയെടുത്ത് പിറ്റേ ദിവസം രാവിലെ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലേ. ഇത് വൈകുന്നേരം ഇന്നലെ എല്ലാവരും ഓരോന്നൊക്കെ കൂട്ടി ചായൻ്റെ കൂടെ കഴിച്ച് പിന്നെ ഞാൻ കാസറോൾ ഇട്ടിട്ട് മൂടി വെച്ചിട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ചായൻ്റെ കൂടെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ മൂടി വെച്ച് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിപ്പോൾ ഇന്ന് രാവിലെ എടുത്തതാണ്. നെയ്യപ്പക്കത്ത് ചുടുന്ന വീഡിയോ ഇന്നലെ വൈകിട്ട് എടുത്ത വീഡിയോ ആണ്. ഇനിയിപ്പോൾ ചായയൊക്കെ ഒന്ന് ആദ്യം തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഗ്യാസ് കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ചായ പോലും ഇപ്പോൾ അടുപ്പിൽ വെച്ചെടുക്കുന്നത്. വിറകടുപ്പിൽ ചായ ഉണ്ടാക്കിയെടുത്താൽ പുക ചുവക്കില്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. നമ്മൾ ചായ വെക്കുന്ന ആ ഒരു പാത്രത്തിന് പാകത്തിനുള്ള മൂടിയൊക്കെ വെച്ച് മൂടി വെക്കുകയാണെങ്കിൽ പുകയൊന്നും ഉള്ളിലേക്കാവില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്തൊരു മൂടി അല്ലെങ്കിൽ അതിനേക്കാളും വലുപ്പത്തിലുള്ള മൂടിയൊക്കെ വെക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് എന്തായാലും പുക അടിച്ചിട്ട് ചായക്കൊരു പുകയുടെ ചുവയുണ്ടാവും. അതുപോലെ തന്നെ തീയ് നന്നായിട്ട് കത്തിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ചുവയുണ്ടാവില്ല, നല്ല ചായ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നല്ല മാങ്ങ കൊണ്ടുവന്നോട്ടെ. ചോറും കറിയും ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ ഞാൻ അടുപ്പിൻ്റെ മേലെ വിറക് കുറച്ച് വാരി വെക്കും കേട്ടോ. നനഞ്ഞ വിറകാണ്, നല്ല ഉണങ്ങിയ വിറകാണ്, എന്നാലും നനവ് തട്ടിയതുകൊണ്ട് കത്തി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആ ഒരു ചൂടിൽ അങ്ങനെ രാവിലേക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും വിറക്, അപ്പോൾ നന്നായിട്ട് കത്തി കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ രാവിലെ ചായയും നെയ്യപ്പൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞാൻ കടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ദോശ തന്നെയാണ് കേട്ടോ. ഉഴുന്ന് ദോശ ഉണ്ടാക്കിയിരുന്നു, അതുപോലെ തന്നെ ചട്നിയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി വീഡിയോയിൽ കാണിക്കാനൊന്നും പറ്റിയില്ല, കാരണം ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കലും ഉണ്ടാക്കലും എല്ലാം കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാവട്ടെ, അപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കുടിക്കാനുള്ള വെള്ളം ചേക്കിലേക്ക് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഒരു വൻപയർ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചോറിൻ്റെ കൂടെ ഒന്നും ഇടാതെ തക്കാളിയോ ഉള്ളിയോ ഒന്നും ഇടാണ്ട് മസാലപ്പൊടികൾ മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്ത വൻപയർ, പിന്നെ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട്
താളിച്ചൊഴിച്ചിട്ട് നല്ല രുചിയിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു വൻപയർ കറിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട്. വേഗം വേവുന്ന അരി അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റാൻ നേരത്ത് നമ്മൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണെങ്കിൽ ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ചോറ് ഉണ്ടായി കിട്ടും. ഏത് കലത്തിലും മൺകലത്തിലാണേലും ഇനിയിപ്പോൾ അലൂമിനിയം കലം സ്റ്റീൽ കലത്തിലൊക്കെ വെക്കുകയാണെങ്കിലും ഈ ഒട്ടുന്ന ഒരു അരി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ വെക്കുന്ന സമയത്ത് ലാസ്റ്റ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണെങ്കിൽ ചോറ് നന്നായിട്ട് കിട്ടും. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം നല്ലതുപോലെ ഒഴിച്ചിട്ടാണ് ഊറ്റിയെടുക്കുന്നത്. നമ്മൾ റേഷൻ അരിയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുത്ത പാട് നമ്മൾ വെള്ളം ഊറ്റി മാറിയതിന് ശേഷം അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് ഇതുപോലെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് നമ്മൾ കുറേ സമയം വെക്കുകയാണെങ്കിൽ ആ ചോറ് അവിടെ അങ്ങനെ ഇരുന്ന് വെന്തിട്ട് ചോറ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ വെള്ളം വാർന്നതിന് ശേഷം വേഗം തന്നെ മൺകലത്തിലൊക്കെ വെക്കുമ്പോൾ പ്രത്യേകിച്ചു കേട്ടോ, വേഗം തന്നെ നമ്മൾ മാറ്റി വെക്കണം. ആ ഒരു കഞ്ഞൂറ്റിമെന്ന് നമ്മൾ ചോറുങ്കലം മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് മൂടി ശകലം ഒന്നും കൊണ്ട് തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കിടന്ന് വേവില്ല, അല്ലെങ്കിൽ ആ ഒരു ആവിയിൽ കിടന്ന് തിങ്ങി കിടന്നിട്ട് ചോറ് വെന്ത് കുഴഞ്ഞു പോകുന്നു. പിന്നെ നമ്മൾ വിളമ്പാൻ നേരത്ത് കയ്യിലുമ്മലൊക്കെ ഒട്ടിപ്പിടിച്ച് ചോറ് ആകെ കണ്ട് ഇങ്ങനെ പുട്ട് പോലെ ആയിട്ട് ഉണ്ടയായിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ വൻപയർ കഴുകിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി മൂടി വെക്കുക കേട്ടോ. വേറെ തക്കാളി, ഉള്ളി, പച്ചമുളക് ഒന്നും തന്നെ ചേർക്കുന്നില്ല. ലാസ്റ്റ് കറിവേപ്പിലയും ചെറുള്ളിയും കൂടി താളിച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നല്ല രുചിയുള്ളൊരു വൻപയർ കറിയാണ് കേട്ടോ. തിളച്ച് വന്നപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി എടുക്കുകയാണ്. തേങ്ങ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉപ്പും ആ ഉപ്പിലിട്ട മാങ്ങയിൽ നിന്ന് ഒരു 5-6 പീസ് മാങ്ങയും കാന്താരി മുളകും, അത് ഉപ്പൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, ഇന്നലെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ആയി കിട്ടൂലല്ലോ. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു കുറച്ച് പീസസ് എടുത്ത് അതും കൂടി അരച്ചിട്ട് ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം മൺപയർ 3/4 വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓയിലാകുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ കറികൾക്കൊക്കെ. ചെറുപയർ താളിച്ചതും വൻപയർ താളിച്ചതൊക്കെ ഓയിൽ വറവിടുകയാണെങ്കിൽ വേറൊരു രുചിയാണ്. അങ്ങനെ വൻപയർ കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ ചമ്മന്തി നമ്മൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്ക് ലഞ്ചിന് ഉണ്ടാക്കിയ കറികളാണിത്. മാങ്ങ ചമ്മന്തിയും വൻപയർ കറിയും കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് ഓരോ ദിവസം ഇടാനായിട്ട് നമുക്ക് ആ ഒരു ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.